അപ്പോൾ നമ്മൾ പരിപാടിയിലേക്ക് പഞ്ചായത്ത് സെക്രട്ടറി, ഇതിന് നിർവഹണ ഉദ്യോഗസ്ഥ എന്ന നിലയിലും പഞ്ചായത്തിൻ്റെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ കൂടി ഭാഗമായിക്കൊണ്ടാണ് ഇത്രയും മനോഹരമായി നമുക്ക് ഈ ഓപ്പൺ ജിം, ഒരുപക്ഷെ ചേലക്കര പഞ്ചായത്തിലെ എന്നല്ല, ഇതേപോലെ നമ്മുടെ പരിസരങ്ങളിൽ എവിടെയും ഇങ്ങനൊരു ഓപ്പൺ ജിം നമുക്ക് ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ എൻ്റെ കാലാവധി തീരും. പക്ഷേ ഇവിടെ ഇത് ഇങ്ങനെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു മെമ്പർ വിചാരിച്ചുകൊണ്ടോ ഒന്നോ രണ്ടോ പേര് വിചാരിച്ചുകൊണ്ടൊന്നും നടക്കില്ല. ഇത് ഉപയോഗിക്കുന്നവരും ഇതിൻ്റെ സമീപവാസികളുമെല്ലാം കൃത്യമായി ചിട്ടയോടെ ഇത് പരിപാലിച്ചാൽ മാത്രമാണ് ഇത് നിലനിൽക്കുള്ളൂ. കെട്ടിടങ്ങളും അല്ലെങ്കിൽ വലിയ സമുച്ചയങ്ങളും എല്ലാം ജനപ്രതിനിധികൾക്കും MLA-ക്കും MP-ക്കും ഒക്കെ ചെയ്തു തരാൻ കഴിയും. പക്ഷെ അത് കൃത്യമായി ഉപയോഗിക്കേണ്ടതും നിലനിർത്തേണ്ടതും അത് ഉപയോഗിക്കുന്നവരാണ് എന്നൊരു ബോധ്യം നമ്മുടെ നാട്ടിലുണ്ടാവണം. അങ്ങനെ ഒരു ഉറച്ച ബോധ്യം ഈ പ്രദേശത്തെ ആളുകൾക്ക് ഉണ്ടാകും എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാധേട്ടൻ, ഈ വാർഡിൻ്റെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ അയ്യപ്പൻകുളം പരിസരത്ത് സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതിലേക്ക് ഞാൻ ഞാനൊരു പ്രസംഗമൊന്നും പോലും നടത്തേണ്ട ആവശ്യമുള്ളതാണ്. സാധാരണ പട്ടണ പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത്. പട്ടണ പ്രദേശങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ ആളുകൾക്കും ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കേണ്ടതുണ്ട് എന്നുള്ള, ഒരുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു ഓപ്പൺ ജിം. ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പല കുട്ടികളും ഇവിടെ വന്ന് ഇതിൻ്റെ പരിശീലന പരിപാടികൾ നടത്താൻ തുടങ്ങിയെന്നാണ് എന്നോട് പറഞ്ഞത്. നടത്താക്കുന്നത് ഇപ്പോൾ ഇവിടെ ഓപ്പണായിട്ടാണ്, ഓപ്പൺ മൈൻഡോട് കൂടി വേണം ഇതിനെല്ലാം നമ്മൾ കാണാൻ. കാരണം ഇത് സംരക്ഷിക്കേണ്ട ബാധ്യത ഏതെങ്കിലും വാർഡ് മെമ്പറുടെയോ ഏതെങ്കിലും പഞ്ചായത്ത് കമ്മിറ്റിയുടെയോ അല്ല, ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. ഇതിനെ കേടുകൂടാതെ പ്രവർത്തിക്കുകയും മറ്റുള്ള വാർഡുകളിലെ മെമ്പർമാർക്ക് പോലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷലീലിനെ അഭിനന്ദിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചു വരുന്ന ഇന്നാട്ടിലെ മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഉദ്ഘാടകനും നമ്മുടെ ആദരണീയനായ MP-യുമായ രാധേട്ടൻ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, വളരെ മാതൃകാപരമായ ഒരു പദ്ധതിയുടെ നമ്മുടെ ഹൃദയാവിഷ്കാരം എന്നൊക്കെ പറയുന്ന പോലെ അതിന് നടത്തിപ്പ് ഇന്ന് സാധ്യമാകുന്ന ഈ വേളയിൽ ഇത് നടത്തുന്നതിന് നമുക്കൊക്കെ ഏകദേശം എല്ലാത്തിനും മാതൃകയായി നമ്മൾ ആദ്യം നന്ദി പറയുന്നത് നമ്മുടെ ഉദ്ഘാടകനായ ശ്രീ MP ശ്രീ രാധേട്ടനോട് തന്നെയാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന് മാതൃകയായി നൽകിയ ഇന്നിവിടെ ഇത്ര വൈകിയ വേളയിലും ഈ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട MP-ക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ ഭരണസമിതി അംഗങ്ങളായ നമ്മുടെ പ്രസിഡന്റ് ശ്രീമതി MK പത്മജ, വൈസ് പ്രസിഡന്റ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിങ്ങനെ എല്ലാ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും, ഒപ്പം ഇത്തരമൊരു മാതൃകാപരമായ പ്രവൃത്തി ചെയ്യുന്നതിന് വൈസ് പ്രസിഡന്റിനെ പ്രേരിപ്പിച്ച ഈ നാട്ടിലെ നല്ലവരായ എല്ലാ വോട്ടർമാർക്കും, മാറുന്ന കാലത്ത് മാറുന്ന പദ്ധതികൾ നൽകുന്നതിന് പ്രോത്സാഹനം നൽകുന്ന മാധ്യമങ്ങൾക്കും മറ്റെല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.